പ്രിയമുള്ള കുട്ടികളെ, നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി അടുത്ത ക്ലാസ് ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും കൈകൂപ്പാം. പിതാവായ ദൈവമേ, അങ്ങയുടെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ദൈവ സൃഷ്ടിയെക്കുറിച്ചും ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്നും ദൈവാത്മാവും നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്നുമാണ് നമ്മൾ പഠിച്ചത്. വിശുദ്ധമായി നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിനെതിരായ പാപമാണ് 6-ാം പ്രമാണത്തിൻ്റെ ലംഘനം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ കൊറിന്ത്യക്കാർക്കുള്ള 1-ാം ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, വ്യഭിചാരത്തിൽ നിന്നും നിങ്ങൾ ഓടിയകലുവിൻ. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ ബന്ധം, വിവാഹത്തിലൂടെയുള്ള സ്ത്രീ പുരുഷ ബന്ധമാണ് സഭ അനുശാസിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധത്തെയാണ് വ്യഭിചാരമായിട്ട് നമ്മൾ കണക്കാക്കുക. നമ്മുടെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്ന വാക്യം നിങ്ങൾ ഓർത്ത് കാണും, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുക. അത്രമാത്രം നമ്മൾ വിശുദ്ധരായിരിക്കുവാനായിട്ട് വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ വിശുദ്ധി നമുക്ക് നിലനിർത്താൻ കഴിയണമെങ്കിൽ നിലനിർത്താൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് നോക്കിയാൽ, ഒന്നാമതായി ലൈംഗികത എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചെന്നും സ്നേഹത്തിൻ്റെ പൂർണ്ണതയ്ക്കും സന്താന ഉൽപാദനത്തിനുമായി അവിടുന്ന് ലൈംഗികത നൽകിയെന്നും നമ്മെ ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അതായത് വിവാഹത്തിന് പുറമേയുള്ള ലൈംഗിക ബന്ധം 6-ാം പ്രമാണത്തിനെതിരെയുള്ള ലംഘനമായിട്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുക. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവ് നൽകിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടുന്ന് നൽകിയിരിക്കുന്ന ലൈംഗിക കഴിവുകളെ നാം ബഹുമാനിക്കണം. ലൈംഗിക വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കിയാൽ, ഒന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം നമ്മുടെ വസ്ത്രധാരണ രീതിയാണ്. ഉചിതമായ വിധത്തിൽ വസ്ത്രധാരണം ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നമ്മളിന്ന് പലരും മാന്യമായി വസ്ത്രധാരണം ചെയ്യുന്ന കാര്യത്തിൽ വളരെ പിന്നോക്കമാണ് എന്ന് നമുക്ക് ചിലരുടെ വസ്ത്രധാരണ രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ നല്ല കൂട്ടുകാരെ നമ്മളെ കണ്ടെത്തുവാനായിട്ടും, അതോടൊപ്പം അവരുമായി ഇടപെടുന്ന സന്ദർഭങ്ങളിൽ അശ്ലീല സംഭാഷണങ്ങൾ ഒഴിവാക്കുവാനും, അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന നിങ്ങളൊക്കെ ധാരാളം
മൊബൈൽ ഫോണിലും മറ്റുമൊക്കെയായി ധാരാളം സിനിമകളും പ്രോഗ്രാമുകളും ഒക്കെ കാണാറുണ്ട്. നല്ല നല്ല സിനിമകളും നല്ല നല്ല പ്രോഗ്രാമുകളും ഒക്കെ കാണുവാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ നല്ല വിനോദങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല വിനോദങ്ങളിൽ ഏർപ്പെടുക വഴി നമ്മുടെ സർഗശക്തി വളർത്തുവാനായിട്ട്, പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാവരും ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് വീടുകളിൽ തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ധാരാളം സമയം ലഭിക്കാറുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങളുടേതായ കഴിവുകൾ വികസിപ്പിക്കുവാനായിട്ട്, ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുന്നവരാണെങ്കിൽ വിശുദ്ധരുടെ ചിത്രങ്ങൾ വരയ്ക്കുവാനായിട്ട് ആ കഴിവ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതി ഭംഗികളും ഒക്കെ ചിത്രീകരിക്കുവാനായിട്ടും, അതുപോലെ മൃഗങ്ങളുടെ ഓരോരോ ചേഷ്ടകൾ ചിത്രീകരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നല്ല ചിത്രരചനയിലൂടെ നമുക്ക് ആ സർഗാത്മകമായ നമ്മുടെ കഴിവുകൾ വളർത്താൻ സാധിക്കും. നൃത്തം ചെയ്യുന്നവരുണ്ടാകും, അതോടൊപ്പം തന്നെ പാട്ട് പാടുന്നവരുണ്ടാകും. നമുക്ക് ധാരാളം ഭക്തി ഗാനങ്ങളൊക്കെ ഉണ്ട് പാടുവാനായിട്ടും ആ പാട്ടിലൂടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനായിട്ടും ഒക്കെ ഉള്ള അവസരങ്ങൾ കണ്ടെത്തുക. അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥ പാരായണം. നമുക്കറിയാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് ഏറ്റവും ഉചിതമായ ഒന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥ പാരായണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ രക്ഷകർത്താക്കളിൽ നിന്നും നല്ല പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ ഈ അവസരം പ്രത്യേകമായിട്ട് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായി നമുക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 6-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഈ വചനങ്ങളിലൂടെ അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എന്താണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകളിലൂടെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്? നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് അറിയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് ദൈവപുത്രൻ മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട് ശരീരത്തോടെ സ്വർഗാരോഹണം ചെയ്യുക വഴി അവിടുന്ന് മനുഷ്യ ശരീരം വിശുദ്ധീകരിക്കുകയും കൂടുതൽ മഹത്വം അണിയിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ലോക പാപങ്ങൾ മോചിപ്പിക്കുവാനായി ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രൻ മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുകയും പീഡനങ്ങളേറ്റ് മരിക്കുകയും 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുകയും അതിനുശേഷം ഏതാണ്ട് 40-ാം നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തത്. അതുവഴി ദൈവം നമുക്ക് കാണിച്ചു തരുന്ന മറ്റൊരു മാതൃക നമ്മുടെ ശരീരത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ്. ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തെ നാം എത്രമാത്രം കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ദൈവപുത്രനായ യേശുനാഥനെ ലോകത്തിലേക്ക് അയക്കുകയും മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട് പീഡകൾ അനുഭവിക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇത് അതിൻ്റെ പ്രാധാന്യം, അതായത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. അതോടൊപ്പം ദൈവ സ്നേഹമാണെന്നും
സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവ് നൽകിയാണ് ദൈവമക്കളായ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നു. നാം ഇന്ന് പഠിച്ച ഈ വചന ഭാഗത്തു നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമതായി നമ്മുടെ വസ്ത്രധാരണ രീതിയാണ്. നമ്മുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇന്നത്തെ ലോകത്തിൻ്റെ പ്രയാണത്തിനും അനുസരിച്ചൊക്കെ നമ്മളുടെ വസ്ത്രധാരണ രീതിയിൽ പല കാര്യങ്ങളും കടന്നു കൂടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും വസ്ത്രധാരണ രീതിയിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, പലപ്പോഴും സമൂഹത്തിലെ പല തിന്മകൾക്കും കാരണമാവുന്ന പ്രധാന ഘടകം വസ്ത്രധാരണ രീതിയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാക്കുന്ന പാപഹേതുവാകുന്ന വസ്ത്രധാരണ രീതി നമുക്ക് പാടെ ഉപേക്ഷിച്ച് നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമുക്ക് ധാരാളം കൂട്ടുകാരുണ്ടാകാം, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട നല്ല കൂട്ടുകാരുണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂട്ടുകെട്ടുകൾ എപ്പോഴും നമ്മൾ ചീത്ത കുട്ടികളെ ഉപേക്ഷിക്കണം എന്നല്ല പറയുക, മറിച്ച് നല്ല ബന്ധങ്ങൾ പുലർത്തുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് ആ കൂട്ടുകെട്ടുകൾ നമ്മൾ ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് ഇന്ന് ധാരാളം മാധ്യമങ്ങളുണ്ട്, പ്രത്യേകിച്ച് മൊബൈൽ ഫോണും മറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും മാതാപിതാക്കൾ മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ആ മൊബൈൽ ഫോണുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ട് നമുക്കറിയാം, ഇൻ്റർനെറ്റിലൊക്കെയൊക്കെ കയറി കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ അതിലൂടെ നമുക്ക് കിട്ടും. നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് മറ്റുള്ളവ പാടെ ഉപേക്ഷിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാം. അതനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കുക. നല്ല കാര്യങ്ങൾ കാണുവാനായിട്ട് നമുക്കറിയാം, വിജ്ഞാന സമ്പാദനത്തിനും വിനോദത്തിനും ഒക്കെയുള്ള ധാരാളം നല്ല പരിപാടികൾ നമുക്ക് ഈ സംവിധാനങ്ങളിലൂടെ, നമുക്ക് ഇൻ്റർനെറ്റിലൂടെയും അതോടൊപ്പം തന്നെ വാട്സപ്പിലൂടെയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം യൂട്യൂബിലൂടെയും മറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടും തിന്മയെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയിൽ വളരുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ കൂടുതൽ വിനോദങ്ങൾ, നമ്മൾ പറഞ്ഞു, വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പലപ്പോഴും വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും മറ്റുള്ളവർക്ക് ദ്രോഹകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനുമായിട്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് പാടെ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പല ലഹരി വസ്തുക്കളുടെയും മറ്റും ഉപയോഗവും മറ്റും പ്രേരണ നൽകുന്ന ഘടകവും ഇത് തന്നെയാണ്. അതായത് ഈ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രേരണയാണ് അതിന് കാരണമാകുന്നത്. അതൊക്കെ നമുക്ക് പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല കുട്ടികളായി വളരുവാനായിട്ട്, നമ്മുടെ ശരീരത്തെ ലോകത്തിൻ്റെ മലിനതകളിൽ നിന്നും സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നല്ല നല്ല ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗങ്ങൾ പഠിക്കുവാനായിട്ടും വിശുദ്ധരായിട്ടുള്ള നല്ല വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ പഠിക്കുവാനും, അതുപോലെ നമ്മുടെ ഇടയിലുള്ള നിങ്ങളുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വല്യമ്മമാരൊക്കെ ഉണ്ടാകാം, അവരുടെ എല്ലാം നല്ല ഉപദേശങ്ങൾ ചെവിക്കൊള്ളുവാനായിട്ട്. പലപ്പോഴും ഇന്ന് സംഭവിക്കുന്ന കുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു പ്രധാന കാരണം ആരുടെയും ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു സമൂഹമായിട്ടാണ് ഇന്നത്തെ ന്യൂജൻ പുതിയ തലമുറ കാണപ്പെടുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ കുട്ടികളെ, മുതിർന്നവരുടെ ഉപദേശങ്ങൾ വളരെ സന്തോഷത്തോടെ, അവർ ധാരാളം കാര്യങ്ങൾ നമ്മുടെ നല്ല കഥകളും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് നൽകാറുണ്ട്. അവ വളരെ ക്ഷമാപൂർവ്വം സന്തോഷത്തോടെ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും വളരെയേറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കിനി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം എന്ന് തീരുമാനമെടുക്കാം. ഈ പാഠത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ചെയ്യേണ്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം: മനുഷ്യനെ ദൈവം എപ്രകാരമാണ് സൃഷ്ടിച്ചത്?
ചോദ്യം ആവർത്തിക്കാം. മനുഷ്യനെ ദൈവം എപ്രകാരമാണ് സൃഷ്ടിച്ചത്? നിങ്ങൾ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. മനുഷ്യനെ ദൈവം എപ്രകാരമാണ് സൃഷ്ടിച്ചത്? രണ്ടാമത്തെ ചോദ്യം, ശരീരം വഴി നമുക്ക് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ശരീരം വഴി നമുക്ക് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം? ശരീരം വഴി നമുക്ക് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ തയ്യാറാക്കുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് വാട്സപ്പിലൂടെയോ മെസ്സേജുകളായിട്ടോ അയച്ചു കൊടുക്കുക, ഉത്തരങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ടീച്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങളെ അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൂപ്പി പിടിക്കുക. ദൈവമേ, ദൈവഹിതത്തിന് അനുസൃതമായി ലൈംഗികമായ കഴിവുകളെ ബുദ്ധിപൂർവം വിനിയോഗിക്കുവാൻ വേണ്ട കൃപയും അനുഗ്രഹവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.